കുവൈത്തിലെ തൊഴിൽ വിപണിയിൽ വ്യാപക ക്രമീകരണം വരുത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള ജോലിക്കാരുടെ തൊഴിൽ പ്രാവീണ്യം ഉയർത്താൻ പരിശ്രമിക്കുമെന്ന് മാൻപവർ അതോറിറ്റി ഡയറക്ടർ ജമാൽ അൽ ദൂസരി പറഞ്ഞു. തൊഴിൽ വിപണിയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യം. സർക്കാർ മേഖലയിലെ തൊഴിൽ പ്രതീക്ഷിച്ചവർ കാലങ്ങളോളം തൊഴിൽരഹിതരായി കഴിയുന്നതിന് പകരം സമാനമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സ്വകാര്യ മേഖലകളിലെ തൊഴിലവസരങ്ങളിലേക്കാണ് സ്വദേശികളെ ക്ഷണിക്കുക. ഇതിനായി തൊഴിൽ അന്വേഷകരായ സ്വദേശികൾക്കുള്ള പരിശീലന പരിപാടികളും പദ്ധതികളും രാജ്യത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ ശക്തമായ മഴ പെയ്തേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അധികൃതർ ജാഗ്രതയിലായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഓവുചാലുകളിലും മാൻഹോളുകളിലും അറ്റകുറ്റപ്പണികൾ നടത്തി വൃത്തിയാക്കുന്ന പണികളാണ് പൊതുമരാമത്ത് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നത്. ചൂടിന് വിട നൽകി കാലാവസ്ഥ തണുപ്പിലേക്ക് മാറുന്നതിന് മുന്നോടിയായി രാജ്യത്ത് അതിശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങളാണ് വെളിപ്പെടുത്തിയത്. ഇതനുസരിച്ചാണ് സർക്കാർ മഴവെള്ളം ഒലിച്ചുപോകാൻ പറ്റുന്ന തരത്തിൽ റോഡുകളിലും മറ്റുമുള്ള ഡ്രൈനേജ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നത്. ഫർവാനയിൽ മാത്രം ഇതുവരെ 13,000 മാൻഹോളുകൾ വൃത്തിയാക്കിയതായി ഗവർണറേറ്റിലെ പൊതുമരാമത്ത് മെയിന്റനൻസ് വിഭാഗം മേധാവി എഞ്ചിനീയർ ഇബ്രാഹിം അൻസാരി പറഞ്ഞു. ഗവർണറേറ്റിൽ 15,000 മാൻഹോളുകളാണുള്ളത്. അപ്രതീക്ഷിതമായുള്ള കനത്ത മഴ മുന്നിൽ കണ്ടാണ് ഇത്രയും മാൻഹോളുകൾ ത്വരിതഗതിയിൽ വൃത്തിയാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗവർണറേറ്റിലെ ജലീബ് മേഖലയിലും ബ്ലോക്ക് 5 ചില ഭാഗങ്ങളിലും ഡ്രെയിനേജ് സംവിധാനങ്ങൾ കാലങ്ങളായി താറുമാറായി കിടക്കുകയാണ്. മഴയില്ലാത്തപ്പോൾ തന്നെ അഴുക്കുവെള്ളം പൊട്ടിയൊലിച്ച് റോഡുകളിലേക്ക് വ്യാപിക്കുന്നത് പ്രദേശത്തെ സ്ഥിരം കാഴ്ചയാണ്. മഴ മുന്നിൽ കണ്ട് വൃത്തിയാക്കാൻ സാധിക്കുന്നതല്ല ജലീബിലെ ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നും സമയമെടുത്ത് പൂർത്തീകരിക്കേണ്ടതാണെന്നും ഇബ്രാഹിം അൻസാരി കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈത്ത്. സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ പ്രശംസ. തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ സഹകരിക്കുന്നതിനും മേഖലയിലെ രാജ്യങ്ങളിൽ മുൻനിരയിൽ നിലകൊള്ളുന്നതിനുമാണ് സൗദി അറേബ്യൻ ഭരണാധികാരികളെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജോ ബിഡൻ പ്രശംസിച്ചത്. IS-നെതിരെയുള്ള പോരാട്ടത്തിൽ സൗദിയുടെ നിലപാടും ശക്തമായ പിന്തുണയും പ്രസക്തമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി വിദേശകാര്യമന്ത്രി അമീർ സൗദ് അൽ ഫൈസലുമായി ജോ ബിഡൻ കൂടിക്കാഴ്ച നടത്തിയതായി വൈസ് പ്രസിഡന്റ് ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. മേഖലയിലെ ചില രാജ്യങ്ങളെ വിഘടിത വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്ന തന്റെ മുൻ പ്രസ്താവനയ്ക്ക് ജോ ബിഡൻ സൗദി, UAE, തുർക്കി എന്നീ രാജ്യങ്ങളോട് ക്ഷമ ചോദിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും രാജ്യം തീവ്രവാദ സംഘത്തിന് പിന്തുണ നൽകിയെന്ന് താൻ അർത്ഥമാക്കിയിട്ടില്ലെന്നും എന്നാൽ സിറിയൻ നിലപാടിലുള്ള വീക്ഷണമാണ് താൻ ലക്ഷ്യമാക്കിയതെന്നും ജോ ബിഡൻ വിശദീകരിച്ചു. ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള തന്റെ നിലപാട് അറിയിക്കാൻ UAE കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ്, തുർക്കി പ്രസിഡന്റ് എന്നിവരുമായി ജോ ബിഡൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ബഹ്റൈനിൽ പൊതുമേഖലയിൽ 20,000-ഓളം വിദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതായി പഠനം. പൊതുമേഖലയിലെ 79,646 പേരാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ 28% വിദേശികളുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത്. 56,187 സ്വദേശി ഉദ്യോഗസ്ഥരാണ് പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 5,809 വനിതകളും പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ 2 പേരെ ഷാർജ പോലീസ് പിടികൂടി. 36 ഇടങ്ങളിൽ നിന്നാണ് ഇവർ മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഏഷ്യൻ വംശജരാണ് പിടിയിലായത്. വീടുകൾക്ക് പുറമെ വിവിധ പ്രദേശങ്ങളിലെ ഗുദാമുകളിൽ നിന്ന് വില കൂടിയ ഇലക്ട്രിസിറ്റി കേബിളുകളും സംഘം കവർന്നിരുന്നു. നിരവധി പരാതികൾ ഇവരെക്കുറിച്ച് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഊർജിതമായ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. ഇവരുടെ കേന്ദ്രത്തിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കുവൈത്തിൽ വിദേശികളെ ലക്ഷ്യം വെച്ചുള്ള മോഷണം പെരുകുന്നു. കാറിന്റെ ചില്ല് തകർത്ത് പണവും സിവിൽ ID കാർഡും മറ്റു വിലപ്പെട്ട രേഖകളും വില കൂടിയ മൊബൈൽ ഫോണുകളും കവർന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ കാർ പാർക്കിങ്ങിലാണ് സംഭവം. എറണാകുളം വടക്കൻ പറവൂർ സ്വദേശി അറഫാത്ത് ബഷീർ, തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി തമിഴ് എന്നിവരുടെ രേഖകളും പണവുമാണ് നഷ്ടപ്പെട്ടത്. കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കവർച്ചാ കേസുകളിലെ പ്രതിയെ അതിസാഹസികമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. ഏഷ്യക്കാരെ ലക്ഷ്യമിട്ട് കവർച്ചയും പിടിച്ചുപറിയും നടത്തിയിരുന്നയാളാണ് ഹവല്ലി CIDയും പോലീസും ചേർന്ന് പിടികൂടിയത്. ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണത്തിൽ തകർന്ന ഗസയിലേക്ക് കുവൈത്ത് റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിൽ കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കും. 200 ടണ്ണിലധികം മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ഗസയിൽ എത്തിക്കഴിഞ്ഞു. ഈജിപ്ത് അതിർത്തി വഴിയാണ് സഹായങ്ങൾ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന്റെ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ആശ്വാസമേകുകയെന്ന ലക്ഷ്യത്തോടെയാണ് സഹായ വിതരണം. ഫലസ്തീനിലെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുകയാണ് സഹായങ്ങൾ എത്തിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റി ഡെപ്യൂട്ടി ചെയർമാൻ അൻവർ അൽ അസാവി വ്യക്തമാക്കി. ഗസയിലേത് മാനുഷിക ദുരന്തമാണ്. കഷ്ടത നിറഞ്ഞ ജീവിതമാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായം ഗസയിലേക്ക് എത്തിക്കും. സഹായത്തിന്റെ ഒരു ഭാഗം ഈജിപ്ത് അതിർത്തി വഴിയും ബാക്കി കുവൈത്തിൽ നിന്ന് വ്യോമമാർഗവുമാണ് എത്തിക്കുക.
ഫലസ്തീനിലെ റെഡ് ക്രസന്റുമായി സഹകരിച്ചാണ് സഹായ വിതരണം. ഗസയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും സഹായം എത്തിക്കും. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും അടങ്ങുന്ന 46 വാഹനങ്ങൾ നേരത്തെ ഗസയിലെത്തിച്ചിരുന്നു. 40 ടൺ മരുന്നുകൾ വായുമാർഗവും നൽകി. കഴിഞ്ഞ ആഴ്ച കുവൈത്ത് റെഡ് ക്രസന്റ് അധികൃതർ ഗസയിൽ സന്ദർശനം നടത്തി ഗവർണറുമായി ചർച്ച നടത്തിയിരുന്നു. മീഡിയ 1 കുവൈറ്റ്. പോയ അവധി ദിനങ്ങൾ കുവൈത്തിലെ മലയാളി സംഘടനകൾ വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കലാസാംസ്കാരിക പരിപാടികളും പ്രമുഖരുടെ സാന്നിധ്യവും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ഹെൽപ്പ് ലൈൻ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടികൾ ചെണ്ടമേളം, ഗാനമേള എന്നിവ അരങ്ങേറി. അംഗങ്ങൾ തീർത്ത പൂക്കളവും മാവേലിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ബലിപെരുന്നാൾ ദിനത്തിൽ അബ്ബാസിയ കമ്മ്യൂണിറ്റി ഹാളിൽ യൂത്ത് ഇന്ത്യ കുവൈറ്റ് സംഘടിപ്പിച്ച ഇശൽ പെരുന്നാൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കുവൈറ്റിലെ പ്രമുഖ ഗായകർ അണിനിരന്ന മാപ്പിള ഗാനസന്ധ്യയും ഷോർട്ട് ഫിലിം പ്രദർശനവും കാണികൾക്ക് ഹൃദ്യമായ സംഗീത വിരുന്നായി. അങ്കമാലി പ്രവാസി അസോസിയേഷൻ 4ാമത് ഓണാഘോഷം സംഘടിപ്പിച്ചു. കുവൈറ്റിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന കലാപരിപാടിയും ഗാനമേളയും നടന്നു. ചാലക്കുടി എംപിയും ചലച്ചിത്ര താരവുമായ ഇന്നസെന്റ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. KG ഫഹാഹിൽ, അബു ഹലീഫ ഏരിയകൾ, അഹമ്മദി പാർക്കിൽ സംഘടിപ്പിച്ച പിക്നിക്കിൽ വിവിധങ്ങളായ നാടൻ കളികൾ, ക്വിസ് മത്സരം, കമ്പവലി എന്നിവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാവേലിക്കര ബിഷപ്പ് കോളേജ് അലൂമിനി അസോസിയേഷന്റെ ഓണം ഈദ് സംഗമത്തിൽ തിരുവാതിര പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. KG സംഘടിപ്പിച്ച ഓണം ഈദ് സംഗമം കുവൈറ്റിലെ പ്രവാസി സംഘടനാ നേതാക്കളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒത്തുചേരലിന് വേദിയായി. ഫൈസൽ മഞ്ചേരി ഈദ് സന്ദേശവും കൃഷ്ണൻ കടലിന്റെ ഓണ സന്ദേശവും നൽകി. KG പ്രസിഡന്റ് KA സുബൈർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ജനറൽ സെക്രട്ടറി SAP ആസാദ് സ്വാഗതം ആശംസിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞെങ്കിലും കുവൈറ്റിൽ ഇനി ഒരാഴ്ച അവധിക്കാലമാണ്. ഓണം ഈദ് സംഗമങ്ങളുമായി അവധി ദിനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കുവൈറ്റിലെ മലയാളി കൂട്ടായ്മകൾ. അബ്ബാസിയയിലെ ഓണം ഈദ് സംഗമവേദിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ റഫീഖ് ബാബുവിനൊപ്പം നിസാർ കെ റഷീദ്, മീഡിയ 1 കുവൈറ്റ്. ജിദ്ദ അൽ റയ്യാൻ ഏരിയ KMCC വനിതാ വിഭാഗം ഈദ് സംഗമം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് മെഹന്തി മത്സരവും ആരോഗ്യ ക്ലാസും ഒരുക്കിയിരുന്നു. സൗദി KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സലാഹുദ്ദീൻ ആരോഗ്യ ക്ലാസ് എടുത്തു. മെഹന്തി മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ലിഹ, സംബുല, സുബൈർ, സീനിയർ വിഭാഗത്തിൽ ഹന്ന സുറു, ഹുദ അമീർ എന്നിവർ വിജയികളായി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈദ് അവധി ദിനങ്ങളായ ഒക്ടോബർ 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ 1,30,000 സന്ദർശകർ ബഹ്റൈനിൽ എത്തിയതായി റിപ്പോർട്ട്. രാജ്യത്ത് നടന്ന വിവിധ ഈദാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനാണ് കൂടുതൽ പേരും എത്തിയത്. കിങ് ഫഹദ് കോസ്വേ വഴിയും എയർപോർട്ട് വഴിയും കൂടുതൽ പേർ ഇത്തവണ ഈദിനോടനുബന്ധിച്ച് ബഹ്റൈനിൽ എത്തി. ദമാമിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ 3 ദിവസത്തിനകം 6126 ട്രാഫിക് നിയമലംഘനങ്ങൾ പിടികൂടിയതായി കിഴക്കൻ പ്രവിശ്യ ട്രാഫിക് വിഭാഗം വക്താവ് അറിയിച്ചു. കോർണിഷ്, മാളുകളുടെ പരിസരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ഡ്രൈവിംഗ് സമയത്തെ മൊബൈൽ ഉപയോഗം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, അനധികൃത പാർക്കിംഗ് എന്നിവയാണ് അധികവും പിടിക്കപ്പെട്ടത്. കുടുംബങ്ങൾക്ക് സന്തോഷകരമായ ആഘോഷങ്ങൾക്ക് അവസരമൊരുക്കാൻ പരിശോധന തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലാ KMCC ഈദ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഷഹനിയയിലെ അൽ ദൂസരി പാർക്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന സംഗമത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ, മൃഗശാല സന്ദർശനം എന്നിവ സംഘടിപ്പിച്ചു. രാവിലെ പാർക്കിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുഹമ്മദ് അൽ ദൂസരി ഉദ്ഘാടനം ചെയ്തു. വിവാഹ ധൂർത്തിനും ആർഭാടത്തിനുമെതിരെ മുസ്ലിം ലീഗ് സന്ദേശം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂപ്പി നരിക്കാട്ടരി സദസ്സിന് സമ്മാനിച്ചു. യമനിൽ തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ഹൂത്തി വിമതരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം പുതിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് അബ്ദുൾ റബ്ബ് മൻസൂർ ഹാദി നാമനിർദ്ദേശം ചെയ്തു. പ്രസിഡന്റിന്റെ അടുത്ത അനുയായിയായ അഹമ്മദ് അവദ് ബിൻ മുബാറക്കിനെയാണ് നാമനിർദ്ദേശം ചെയ്തത്. എന്നാൽ ഹൂത്തികൾ നാമനിർദ്ദേശം തള്ളി. അന്താരാഷ്ട്ര വേദികളിൽ പ്രശസ്തനാണ് അഹമ്മദ് അവദ് ബിൻ മുബാറക്. എന്നാൽ പുതിയ സർക്കാർ രൂപീകരണത്തിൽ തങ്ങൾക്ക് നിർണായക പങ്കാളിത്തം വേണമെന്നാണ് ഹൂത്തികളുടെ വാദം. വികലാംഗരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വേണ്ടിയുള്ള 4ാമത് അന്താരാഷ്ട്ര സമ്മേളനം ഒക്ടോബർ 19 മുതൽ 21 വരെ റിയാദിൽ ചേരും. അവരെ ജോലിക്കും ഇതര ജീവിത വ്യവഹാരങ്ങൾക്കും പ്രാപ്തരാക്കുന്നതിന് ഉതകുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. അബ്ദുള്ള രാജാവിന് വേണ്ടി കിരീടാവകാശി അമീർ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിനടുത്തുള്ള റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ ചേരുന്ന ത്രിദിന സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ പഠന ഗവേഷണങ്ങൾ അവതരിപ്പിക്കും. അബുദാബിയിൽ സ്കൂൾ ബസ്സിൽ ശ്വാസം മുട്ടി മരിച്ച മലയാളി വിദ്യാർത്ഥിനി നിസയുടെ മൃതദേഹം നാളെ ഖബറടക്കും. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ബസ് ഡ്രൈവർ, സൂപ്പർവൈസർ എന്നിവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ഇന്നലെയാണ് അബുദാബി അൽവുറുബ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥിനിയായ 4 വയസ്സുകാരി നിസ അടച്ചിട്ട സ്കൂൾ ബസ്സിൽ ശ്വാസം മുട്ടി മരിച്ചത്. കുട്ടിയുടെ മരണം സ്കൂൾ ബസിന്റെ ചുമതലയുള്ള ജീവനക്കാരുടെ അനാസ്ഥ മൂലമാണെന്നാണ് അബുദാബി പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ.
സ്കൂൾ ബസ് ഡ്രൈവർ, സൂപ്പർവൈസർ എന്നിവരാണ് കുട്ടിയുടെ സുരക്ഷയ്ക്ക് ഉത്തരവാദികളെന്ന് അബുദാബി ട്രാഫിക് പോലീസ് മേധാവി ബ്രിഗേഡിയർ ഹുസൈൻ അൽ ഹാർത്തി പറഞ്ഞു. സ്കൂൾ ബസ് കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് അബുദാബി. എന്നിട്ടും അനാസ്ഥ കുരുന്നിന്റെ ജീവൻ കവർന്നതിന്റെ ഞെട്ടലിലാണ് രക്ഷിതാക്കൾ. ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടിയ നിസയുടെ മൃതദേഹം നാളെ അബുദാബി ബനിയാസിലെ ഖബർസ്ഥാനിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 30 വർഷത്തെ ചരിത്രമുള്ള സ്കൂളിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റോഡറിക് വില്യംസ് പ്രതികരിച്ചു. നിസയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളിലേക്ക് പുറപ്പെടുന്ന കുട്ടികളുടെ ഹാജർ രേഖപ്പെടുത്തുകയും അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സംയോജിത സ്മാർട്ട് ആപ്ലിക്കേഷൻ നിർബന്ധമാക്കാനുള്ള നീക്കത്തിലാണ് അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ. മീഡിയ 1 അബുദാബി. ഖത്തറിൽ വാട്ടർ ബൈക്കുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം വരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെയും വാട്ടർ ബൈക്കുകൾ കടലിൽ ഇറക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ആഘോഷ ദിനങ്ങളിലും വാരാന്ത്യ അവധി ദിനങ്ങളിലും കടലിൽ ഉല്ലസിക്കാനെത്തുന്നവർ വ്യാപകമായി വാട്ടർ ബൈക്കുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളാണ് നിയന്ത്രണം കൊണ്ടുവരാൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നത്. വാട്ടർ ബൈക്കുകൾ ഉപയോഗിക്കുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി അനുസരിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം തീരസംരക്ഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റുകൾ ധരിക്കാതെ വാട്ടർ ബൈക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. വാഹനം ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തണം. വാട്ടർ ബൈക്കുകളിൽ അഭ്യാസം നടത്തുന്നവരുടെ പ്രായവും പരിശോധിക്കും. ഷിപ്പിംഗ് ലൈനുകൾ, ആളുകൾ നീന്താനെത്തുന്ന സ്ഥലങ്ങൾ, മീൻപിടുത്ത മേഖലകൾ എന്നിവിടങ്ങളിലും വാട്ടർ ബൈക്കിന് നിരോധമുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ കടലിൽ അഭ്യാസം കാണിക്കുന്നതിനും നിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ വാട്ടർ ബൈക്ക് അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. മുജീബ് റഹ്മാൻ.